വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആയിരക്കണക്കിന് യാത്രക്കാരെ 2 ദിവസം വലച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായി. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകി. സെൻട്രൽ ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ ഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് പ്രശ്നപരിഹാരമായത്. പ്രതിഷേധിച്ചതിന്റെ പേരിൽ നടപടിയെടുത്ത ജീവനക്കാരെ ഉടൻ തിരികെ എടുക്കും. സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ജീവനക്കാർ അറിയിച്ചു. ഉടൻ ജോലിയിൽ തിരികെ എത്താൻ മാനേജ്മെന്റ് നിർദ്ദേശം നൽകി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ജീവനക്കാരും മാനേജ്മെന്റും സമവായത്തിലെത്തിയത്. കൂട്ട അവധിയെടുത്ത 30 ജീവനക്കാരെ ഇന്ന് പിരിച്ചുവിട്ടിരുന്നു. ഈ നടപടി റദ്ദാക്കിയാൽ മാത്രം പ്രശ്നപരിഹാരം എന്ന ജീവനക്കാരുടെ നിലപാട് കമ്പനി അംഗീകരിച്ചു. തൊഴിൽ സംബന്ധമായ ജീവനക്കാരുടെ ആശങ്ക നേരത്തെ ലേബർ കമ്മീഷണർ ശരിവെച്ചതാണ്. ഇക്കാര്യത്തിൽ എത്രയും വേഗം പരിഹാരം കാണാമെന്ന് കമ്പനി ഉറപ്പു നൽകി. പകരം സമരത്തിൽ നിന്ന് ഉടൻ പിന്മാറാൻ ജീവനക്കാരും സമ്മതിച്ചു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടി എത്രയും വേഗം ജോലിയിൽ തിരികെ പ്രവേശിക്കും. നാളെ മുതൽ വിമാന സർവീസുകൾ സാധാരണ നിലയിലാകുമെന്നാണ് പ്രതീക്ഷ. ജീവനക്കാരുടെ സമരം മൂലം ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 85 സർവീസുകളാണ് മുടങ്ങിയത്. യാത്രക്കാരുൾപ്പെടെ വലഞ്ഞതോടെ കേന്ദ്ര സർക്കാർ പ്രശ്നപരിഹാരത്തിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് സെൻട്രൽ ലേബർ കമ്മീഷൻ ഇരുകൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചത്. 2 ദിവസത്തിനിടെ 180ഓളം സർവീസുകളാണ് മുടങ്ങിയത്. വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധവുമുണ്ടായി. 24 മുംബൈ. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കുന്നത്. ടെസ്റ്റ് നടത്താൻ മന്ത്രി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കടുത്ത പ്രതിഷേധം അവഗണിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പരിഷ്കരിച്ച മാതൃകയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. ഉചിതമായ സ്ഥലം കണ്ടെത്താൻ RTOമാർക്ക് നിർദ്ദേശം നൽകി. സ്ലോട്ട് ലഭിച്ചതിനനുസരിച്ച് അപേക്ഷകർ ഹാജരാകണം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ബഹിഷ്കരണത്തിനിടയിലും പലയിടങ്ങളിലും നിരവധി ആളുകൾ ടെസ്റ്റിൽ പങ്കെടുത്ത് മടങ്ങുന്നുണ്ടെന്നാണ് ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നത്. സ്ലോട്ട് ലഭിച്ച ദിവസം തന്നെ ആളുകൾ കൃത്യമായി ടെസ്റ്റിനെത്താൻ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചു. ടെസ്റ്റ് സുഗമമായി നടത്തുന്നതിന് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയോ സ്വകാര്യ ഭൂമിയോ അടിയന്തരമായി സജ്ജമാക്കാൻ RTOമാർക്ക് നിർദ്ദേശം നൽകി. ടെസ്റ്റിനുള്ള വാഹനം ലഭ്യമല്ലെങ്കിൽ വാടകയ്ക്കെടുക്കാം. ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്നും ഗതാഗത മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. പ്രതിഷേധങ്ങളെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. സ്ലോട്ട് അനുവദിച്ചിരുന്നുവെങ്കിലും മിക്കയിടങ്ങളിലും അപേക്ഷകർ ഹാജരായില്ല. പരിഷ്കരണം പിൻവലിക്കും വരെ പ്രതിഷേധം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. 24 തിരുവനന്തപുരം. വേനൽ മഴ തുണച്ചു. സംസ്ഥാനത്ത് തൽക്കാലം ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല. വൈദ്യുതി പ്രതിസന്ധിക്ക് അയവുണ്ട് എന്നാണ് ഉന്നതതല യോഗത്തിന്റെ വിലയിരുത്തൽ. പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഗുണം ചെയ്തു. വൈദ്യുതി മുടക്കം ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി സാഹചര്യം വിലയിരുത്താനാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷമുള്ള സാഹചര്യം യോഗം വിലയിരുത്തി. താൽക്കാലികമായി സംസ്ഥാനത്തുണ്ടായ വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷം പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ 117 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടായി. വൻകിട വൈദ്യുതി ഉപഭോക്താക്കൾ, കേരള വാട്ടർ അതോറിറ്റി, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവർ ഇതിനോട് സഹകരിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങൾ പീക്ക് സമയത്ത് ഷിഫ്റ്റ് ഡ്യൂട്ടി ഒഴിവാക്കി. വോൾട്ടേജ് പ്രശ്നങ്ങളും തുടർച്ചയായ വൈദ്യുതി മുടക്കവും ഉണ്ടായ മേഖലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശിച്ചു. കൺട്രോൾ റൂം സംവിധാനമുള്ള ജില്ലകളിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പീക്ക് സമയത്ത് പരിശോധന നടത്തണം. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. അതേസമയം സംസ്ഥാനത്ത് ചൂടിൽ നിന്ന് ആശ്വാസമായി വേനൽ മഴ ലഭിച്ചു. ഉഷ്ണതരംഗത്തിൽ വലഞ്ഞ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ മഴയുണ്ടായി. അതിനിടെ താപനിലയിൽ വരും ദിവസങ്ങളിലും കാര്യമായ കുറവുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. പാലക്കാട്ടുകാർ മാസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഈ പെയ്ത്തിന്. വരണ്ട മണ്ണിനൊപ്പം മനസ്സും തണുപ്പിച്ച വേനൽ മഴ. പാലക്കാട് നഗരത്തിലും മണ്ണാർക്കാട്, ആലത്തൂർ മേഖലയിലും മഴ ലഭിച്ചു.
തുടർച്ചയായി ജില്ലയിൽ കടുത്ത ചൂട് രേഖപ്പെടുത്തുന്നതിലുള്ള ആശങ്കയ്ക്ക് കൂടിയാണ് തെല്ലൊരാശ്വാസമായത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും വേനൽ മഴ സജീവമാകും. മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും താപനില സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അനുമാനം. ആലപ്പുഴയിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയാണ്. സൂര്യാഘാതത്തിനും സൂര്യാതപത്തിനും സാധ്യതയുള്ളതിനാൽ പൊതുജനം ജാഗ്രത പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് 24. മറ്റൊരു ശ്രദ്ധേയമായ റിപ്പോർട്ടിലേക്ക്. പ്രസാദത്തിൽ അരളി വേണ്ട. വിഷാംശമുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ. ഭക്തർക്ക് നൽകുന്ന പ്രസാദങ്ങളിൽ അരളിപ്പൂവ് പാടില്ല. നാളെ മുതൽ തീരുമാനം നടപ്പിലാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ മലബാർ ദേവസ്വം ബോർഡും തീരുമാനിച്ചു. തിരുവല്ല, നീരേറ്റുപുറം, ചക്കുളത്തുകാവിലും അരളിപ്പൂ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്ന പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡുകളുടെ തീരുമാനം. ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തർക്ക് നൽകുന്ന പ്രസാദങ്ങളിലും നിവേദ്യങ്ങളിലും അരളിപ്പൂ ഒഴിവാക്കും. പകരം തുളസി, തെച്ചി എന്നിവ ഉപയോഗിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകി. ഇത് നാളെ മുതൽ നടപ്പിലാക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് നൽകുന്ന അർച്ചന പ്രസാദത്തിലും അരളിപ്പൂ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു. പകരം ക്ഷേത്ര നിവേദ്യ സമർപ്പണത്തിന് പരമാവധി തുളസി, പിച്ചി, മുല്ല, റോസ, ജമന്തി, തെറ്റി എന്നീ പുഷ്പങ്ങൾ ഉപയോഗിക്കണമെന്നും ബോർഡ് തീരുമാനിച്ചു. പൂജയ്ക്ക് മറ്റു പൂക്കൾ ലഭിച്ചില്ലെങ്കിൽ അരളിപ്പൂ തുടർന്നും ഉപയോഗിക്കാം. വിഷാംശം സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. അരളിപ്പൂ നിരോധിച്ച് നാളെ തന്നെ ഉത്തരവിറക്കാൻ ദേവസ്വം കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളിയും അറിയിച്ചു. നിവേദ്യത്തിലും ഭക്തർക്ക് കൊടുക്കുന്ന പ്രസാദത്തിലുമൊക്കെ അരളിപ്പൂ ഉണ്ടാകുന്നത് ദോഷം ചെയ്യും എന്നുള്ളൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ ആ സാഹചര്യത്തിൽ മലബാറിലെ ക്ഷേത്രങ്ങളിലും അരളിപ്പൂവിന്റെ ഉപയോഗം നിരോധിക്കുകയാണ്. അത് സംബന്ധിച്ച ഉത്തരവ് നാളെ ഇറങ്ങും. അതിനുവേണ്ട നിർദ്ദേശം ദേവസ്വം കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ചില ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് പൂജയ്ക്കോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാറില്ല. 24 തിരുവനന്തപുരം. +2 വിജയശതമാനം കുറഞ്ഞു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറിയിൽ 78.69%, VHSCയിൽ 71.42% വിജയം. സമ്പൂർണ്ണ വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിലെ കുറവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകം പരിശോധിക്കും. ഹയർ സെക്കൻഡറിയിൽ 3,74,755 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 2,94,888 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. 78.69% വിജയം. മുൻ വർഷത്തേക്കാൾ 4.2% കുറവ്. സയൻസ് വിഭാഗത്തിൽ 84.84%, ഹ്യൂമാനിറ്റീസിൽ 67.09%, കൊമേഴ്സിൽ 76.11% ഇക്കൊല്ലം വിജയം. 39,242 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും A+ ഗ്രേഡ് ലഭിച്ചു. 63 സ്കൂളുകൾ 100% വിജയം നേടി. സ്കോൾ കേരളയിൽ 40.61%, കലാമണ്ഡലത്തിൽ 100% വിജയം. ഏറ്റവും കൂടുതൽ A+ നേടിയ ജില്ല മലപ്പുറവും വിജയശതമാനം കൂടുതലുള്ള ജില്ല എറണാകുളവുമാണ്. വിജയശതമാനം 78.69%. മുൻവർഷം ഇത് 82.95% ആയിരുന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4.26%. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 71.42% പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 6.97% കുറവാണ് ഉണ്ടായത്. 251 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ നേടി. 12 സ്കൂളുകൾക്ക് 100 മേനി വിജയം. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിൽ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. നമ്മൾ സാധാരണ നടപടിക്രമങ്ങളാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണം ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. കുറച്ചുകൂടെ നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്.
ഹയർ സെക്കൻഡറി വിഭാഗം സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂൺ 12 മുതൽ 20 വരെ നടക്കും. മെയ് 13 മുമ്പ് ഇതിനായി അപേക്ഷ സമർപ്പിക്കണം. 100% വിജയമുള്ള സർക്കാർ സ്കൂളുകളുടെ എണ്ണം കൂടാത്തത് പരിശോധിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ മന്ത്രി ചുമതലപ്പെടുത്തി. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. പാലക്കാട് വാളയാർ ഡാമിൽ കുളിക്കാനിറങ്ങിയ കോളേജ് വിദ്യാർത്ഥിയെ കാണാനില്ല. മണ്ണാർക്കാട് നെല്ലിപ്പുഴ സ്വദേശി അൻസലിനെയാണ് കാണാതായത്. തെരച്ചിൽ തുടരുകയാണ്. നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകും. നിഖിൽ, ഇന്നലെ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുകയാണ്. ഇന്നലെ നമ്മൾ പീച്ചിയിലാണ് സമാനമായൊരു സംഭവം ഉണ്ടായത്. അതിൻ്റെ നടുക്കത്തിലും ഒക്കെയാണ് ആളുകൾ. അതിനിടയിലാണ് വീണ്ടും മറ്റൊരു റിപ്പോർട്ട് വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, ഇന്ന് വൈകിട്ട് ഏതാണ്ട് 10ഓളം സുഹൃത്തുക്കൾക്കൊപ്പം ഈ വാളയാർ ഡാമിൽ കുളിക്കാനെത്തിയതായിരുന്നു നെല്ലിപ്പുഴ സ്വദേശിയായിട്ടുള്ള അൻസിൽ. 18-കാരനാണ് അൻസിൽ, കോളേജ് വിദ്യാർത്ഥിയാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇവർ ഡാമിൽ കുളിക്കാൻ ഇറങ്ങിയത്. ഏതാണ്ട് 10ഓളം പേർ അൻസിലിനൊപ്പം ഉണ്ടായിരുന്നു. ഇവർ ഈ ഡാമിൽ കുളിച്ചു വരവെയാണ് പെട്ടെന്ന് അൻസിലിനെ കാണാതാകുന്നത്. ഉടനെ തന്നെ പ്രദേശത്തുള്ള ആളുകളെയും ഒക്കെ വിവരം അറിയിച്ചിരുന്നു. കഞ്ചിക്കോട് നിന്നുള്ള അഗ്നിശമന സേനയും സംഭവ സ്ഥലത്തെത്തി അൻസിലിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 9:30 മണിവരെ തിരച്ചിൽ നടത്തി. ഇന്നും ഇനി ഇത്ര സമയമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ രാവിലെ സ്കൂബ ഡൈവേഴ്സിനെ അടക്കം എത്തിച്ച് തിരച്ചിൽ തുടരാനാണ് നിലവിൽ അഗ്നിശമന സേനയുടെ തീരുമാനം. വൈകിട്ട് മുതൽ ഇത്രയും സമയം തിരച്ചിൽ നടത്തിയിട്ടും ഒന്നും അൻസിലിനെ കണ്ടെത്താൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അല്പസമയം കൂടി തുടരുമെന്നാണ് അഗ്നിശമന സേന അറിയിക്കുന്നത്. വിജയകുമാർ, ഡാമിൽ കുളിക്കാനിറങ്ങിയ മണ്ണാർക്കാട് നെല്ലിപ്പുഴ സ്വദേശി അൻസലിനെയാണ് കാണാതായത്. തെരച്ചിൽ തുടരുകയാണ്. ഇത്രയും മണിക്കൂറുകൾ തെരഞ്ഞു, കാണാതായ ആളിനെ കണ്ടെത്താനായിട്ടില്ല. നാളെയും തെരച്ചിൽ തുടരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഉണ്ടായ വാഹന അപകടങ്ങളിൽ 6 മരണം. കുട്ടിക്കാനം മുറിഞ്ഞപുഴയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ 2 പേർ മരിച്ചു. ആലപ്പുഴയിൽ KSRTC ബസ്സിടിച്ച് ചികിത്സയിലായിരുന്ന 2 പേർക്കും ജീവൻ നഷ്ടമായി. കോട്ടയം പാലായിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് വയോധിക മരിച്ചു. കുട്ടിക്കാനം മുറിഞ്ഞപുഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ 500 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. 6 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര, സിന്ധു എന്നിവർ തൽക്ഷണം മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 4 പേർ ചികിത്സയിലാണ്. എടത്വ തകഴി സംസ്ഥാന പാതയിലെ കേളമംഗലം പറത്തറപ്പാലത്തിന് സമീപം ഇന്നലെയാണ് KSRTC ബസ് സ്കൂട്ടറിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ 100 മീറ്ററോളം നിരങ്ങിമാറി. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പൊടിയാടി പെരിങ്ങര സ്വദേശികളായ സോമൻ, മോഹനൻ എന്നിവർ ഇന്ന് മരിച്ചു. കോട്ടയം പാല പനക്കപ്പാലത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് പൂഞ്ഞാർ സ്വദേശി മേരിക്കുട്ടി ദേവസ്യ മരിച്ചു. ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. തൃശൂർ പുത്തൂർ കേശവപടിക്ക് സമീപം ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സിദ്ദിഷ് ബാബുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടയം തിടനാടിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് മരത്തിലിടിച്ച് 10 പേർക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് പന്തീർപ്പാടത്ത് നിയന്ത്രണം വിട്ട ലോറി മരത്തിലിടിച്ച് അപകടമുണ്ടായി. പരിക്കേറ്റ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ഇടവ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വീട്ടമ്മ മരിച്ചു. ഇടവ ശ്രീയേറ്റ് സംസം വീട്ടിൽ നിസാമുദ്ദീന്റെ ഭാര്യ സോണിയയാണ് മരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തമിഴ്നാട് ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 10 പേർ മരിച്ചു. 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പടക്ക നിർമ്മാണശാല പൂർണ്ണമായും കത്തിനശിച്ചു. ചെങ്കമൽപ്പട്ടിയിലെ സുദർശൻ ഫയർ വർക്സിലാണ് അപകടം. 10ലധികം മുറികൾ ഇവിടെയുണ്ട്. സ്ഫോടനത്തിൽ 7 മുറികൾ പൂർണ്ണമായും നശിച്ചു. അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും തുടർ സ്ഫോടനങ്ങളുണ്ടായത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു. രാസവസ്തുക്കൾ തയ്യാറാക്കുമ്പോഴുണ്ടായ ഘർഷണമാണ് സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നിർമ്മാണശാലയിൽ ഒരുക്കിയിരുന്നുവെന്നും ലൈസൻസ് സംബന്ധിച്ച കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പടക്ക നിർമ്മാണത്തിന് ലൈസൻസ് നൽകുമ്പോൾ കൃത്യമായി പാലിക്കേണ്ട നിബന്ധനകളുണ്ട്. ചൂടുള്ള സമയങ്ങളിൽ നിർമ്മാണം പാടില്ലെന്നാണ് നിർദ്ദേശം. ഇക്കാര്യങ്ങളെല്ലാം പാലിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 ചെന്നൈ. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷയെ എതിർത്ത ED. തെരഞ്ഞെടുപ്പ് പ്രചാരണം മൗലികമോ ഭരണഘടനാപരമോ ആയ അവകാശമല്ല എന്നാണ് EDയുടെ വാദം. നിയമം എല്ലാവർക്കും തുല്യമാണെന്നും പ്രചാരണത്തിനായി ജാമ്യം നൽകരുത് എന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ED ആവശ്യപ്പെട്ടു. കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെയാണ് വിധി പറയുന്നത്.
സന്ദേശ് ഖാലിയിലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള ബലാത്സംഗ പരാതിക്കാർ പിൻവലിച്ചു. പരാതിക്ക് പിന്നിൽ BJP നേതാക്കൾ എന്നാണ് ആരോപണം. BJPക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചു. 3 പരാതിക്കാരിൽ 2 പേരാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ബലാത്സംഗ പരാതി പിൻവലിച്ചത്. പരാതി പിൻവലിച്ച ശേഷം BJPക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിക്കാർ ഉന്നയിച്ചത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്താനായി പ്രാദേശിക മഹിളാ മോർച്ച നേതാവ് നിർബന്ധിച്ച് ഒപ്പിട്ടുവാങ്ങിയെന്നാണ് വെളിപ്പെടുത്തൽ. പിന്നീട് കടലാസിൽ പരാതി എഴുതി ചേർക്കുകയായിരുന്നുവെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷൻ സംഘം സന്ദേശ് ഖാലി സന്ദർശിച്ച ഘട്ടത്തിൽ പദ്ധതിയുടെ ഭാഗമായി പണം ലഭിച്ചില്ലെന്ന് മാത്രമാണ് താൻ പരാതി അറിയിച്ചതെന്നും ബലാത്സംഗം സംബന്ധിച്ച പരാതി നൽകിയിട്ടില്ലെന്നും പരാതിക്കാരി വെളിപ്പെടുത്തി. പ്രാദേശിക മഹിളാ മോർച്ച നേതാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ BJP നേതാവിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പരാതി പിൻവലിച്ചത്. സംഭവത്തിൽ BJPക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. 8ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന ബാസിർഘട്ട് മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കം. 24 ഡൽഹി. ഹരിയാനയിൽ 3 സ്വതന്ത്ര MLAമാർ BJP സർക്കാരിന് പിന്തുണ പിൻവലിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് ഗവർണറെ കാണാൻ ഒരുങ്ങുന്നു. നാളെ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ കത്ത് നൽകിയിട്ടുണ്ട്. സർക്കാർ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് JJP നേതാവ് ദുഷ്യന്ത് ചൗട്ടാലയും ഗവർണർക്ക് കത്ത് നൽകി. പ്രതിസന്ധിയില്ല എന്ന് ആവർത്തിക്കുകയാണ് BJP നേതൃത്വം. 3 സ്വതന്ത്ര MLAമാർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് സംസ്ഥാനത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ച് നിവേദനം സമർപ്പിക്കാൻ പ്രതിപക്ഷ ഉപനേതാവ് അഫ്താബ് അഹമ്മദ് അടക്കമുള്ള നേതാക്കൾ ഗവർണറെ കാണാൻ സമയം തേടിയത്. സർക്കാർ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട JJP നേതാവ് ദുഷ്യന്ത് ചൗട്ടാല നേരത്തെ ഗവർണർക്ക് കത്തയച്ചിരുന്നു. സർക്കാരിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പാർട്ടിയുടെ 10 അംഗങ്ങളുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ദുഷ്യന്ത് ചൗട്ടാല പ്രതികരിച്ചു. കോൺഗ്രസ് 30 और उनके सपोर्ट में जो विधायक हैं प्लस विपक्ष के और जो लोग आज भारतीय जनता पार्टी की सरकार को बदलना चाहते हैं. കഴിഞ്ഞ മാർച്ച് 13-ന് നയാബ് സിംഗ് സൈനി സർക്കാരിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. ഇനി 6 മാസത്തേക്ക് സാങ്കേതികമായി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാകില്ല. സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വന്നാലും 3 JJP വിമതരുടെ പിന്തുണയുണ്ടെന്നാണ് BJPയുടെ നിലപാട്. കൂറുമാറ്റത്തിന്റെ പേരിൽ 3 പേർക്കെതിരെയും JJP നടപടിയെടുത്താൽ സഭയിലെ ആകെ അംഗസംഖ്യ 85 കുറയും. ഇതോടെ കേവല ഭൂരിപക്ഷമായ 43 ഉറപ്പിക്കാൻ അനായാസം കഴിയുമെന്നുമാണ് BJPയുടെ അവകാശവാദം. 24 ഡൽഹി. കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. CSI സഭ മുൻ അധ്യക്ഷൻ ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം എന്നിവരുൾപ്പെടെ 4 പേരാണ് പ്രതികൾ. മെഡിക്കൽ പ്രവേശനത്തിനായി കോഴ വാങ്ങി കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിലാണ് കലൂർ PMLA കോടതിയിൽ ED കുറ്റപത്രം സമർപ്പിച്ചത്. കാരക്കോണം സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് മാനേജ്മെന്റാണ് 1ാം പ്രതി. CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം, സഭാ മുൻ സെക്രട്ടറി TT പ്രവീൺ എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. 28 പേരിൽ നിന്നായി 7,22,00,000 രൂപ പ്രതികൾ തട്ടിയെടുത്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇതിൽ 3 കോടി രൂപ ഇടവകയ്ക്ക് കൈമാറി. ബാക്കി തുക മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന വികസനത്തിന് ഉപയോഗപ്പെടുത്തി. പരാതി ഉയർന്നതോടെ കേസ് ഒത്തുതീർപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ 6,27,00,000 രൂപ തിരികെ നൽകിയെന്നുമാണ് EDയുടെ കണ്ടെത്തൽ. MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയത് ധർമ്മരാജ് റസാലവും ബെന്നറ്റ് എബ്രഹാമും ചേർന്നാണെന്നും കുറ്റപത്രം. തട്ടിയെടുത്ത പണം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയെന്ന പരാതിയിൽ അന്വേഷണം തുടരുമെന്നും ED വ്യക്തമാക്കിയിട്ടുണ്ട്. വിനീത VG, 24 കൊച്ചി. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഇരുചക്ര വാഹന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ കൂടുതൽ ഇളവുമായി മോട്ടോർ വാഹന വകുപ്പ്. പുതുക്കിയ മാർഗനിർദ്ദേശപ്രകാരം ടെസ്റ്റിന് ഉപയോഗിക്കേണ്ട വാഹനം മാറ്റാൻ 3 മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അഖിൽ ഷാ, എന്തൊക്കെയാണ് പുതിയ ഇളവുകൾ? അതിന്റെ പശ്ചാത്തലം എന്താണ്? വിജയകുമാർ, ഈ കൈകൊണ്ട് ഗിയർ മാറ്റുന്ന ഇരുചക്ര വാഹനം അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടരുന്നു. ഭയങ്കര വിയോജിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായും ഈ CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരത്തിൽ വാഹനങ്ങൾ മാറ്റുന്നതിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ചില ഇളവുകൾ അനുവദിക്കണമെന്നുള്ള കാര്യം CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ഈ
99 CC മുകളിലുള്ള വാഹനങ്ങളിലേക്ക് മാറ്റുന്നതിനും ഈ കൈകൊണ്ട് ഗിയർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അത് മാറ്റുന്നതിനുമുള്ള സമയം അത് ഒരു 3 മാസത്തെ സാവകാശം കൂടി അതിനനുവദിച്ചുകൊണ്ടാണ് പുതിയ ഇളവ് ഗതാഗത വകുപ്പ് ഒരു ഉത്തരവായി ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. വിജയകുമാർ. യെസ്, ഇരുചക്ര വാഹന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിലാണ് കൂടുതൽ ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത്. പുതുക്കിയ മാർഗനിർദ്ദേശപ്രകാരം ടെസ്റ്റിന് ഉപയോഗിക്കേണ്ട വാഹനം മാറ്റാൻ 3 മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അധികാര ദുർവിനിയോഗം നടത്തിയതായി പരാതി. കുഴിനഖം ചികിത്സിക്കാൻ സർക്കാർ ഡോക്ടറെ ഡ്യൂട്ടി സമയത്ത് വസതിയിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് ആക്ഷേപം. കളക്ടർക്കെതിരെ ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും KGMOയെ പരാതി നൽകി. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ OPയിൽ വൻ തിരക്കുള്ളപ്പോൾ ചികിത്സയ്ക്കായി ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. കളക്ടറുടെ ക്യാമ്പ് ഹൗസിൽ നിന്ന് നിർദ്ദേശം വന്നതോടെ സർജനെ വിടാൻ ആശുപത്രി സൂപ്രണ്ട് നിർബന്ധിതനാകുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് സർജൻ കുഴിനഖം ചികിത്സിക്കാനാണ് വിളിച്ചു വരുത്തിയതെന്ന് അറിയുന്നത്. ആശുപത്രിയിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമമുള്ളപ്പോഴുള്ള അധികാര ദുർവിനിയോഗം അത്യന്തം പ്രതിഷേധാർഹമെന്ന് KGMOയെ. നമ്മളുടെ പാവപ്പെട്ട രോഗികൾ മണിക്കൂറുകളോളം OP ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുന്ന ഒരു തിരക്കേറിയ OPയിൽ നിന്നാണ് മാനവവിഭവശേഷി വളരെ കുറഞ്ഞ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡോക്ടറെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അധികാരം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ തേടിയിരിക്കുന്നത്. വളരെ നിസ്സാരമായ അസുഖത്തിനാണ് അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഡോക്ടറുടെ ചികിത്സ തേടിയിരിക്കുന്നത്. കളക്ടറുടെ ഭാഗത്തു നിന്നും മുമ്പും സമാനമായ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. 3-4 മാസങ്ങൾക്ക് മുമ്പേയും സമാനമായ അനുഭവം നമ്മളുടെ ഡോക്ടർമാർക്ക് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം പേരൂർക്കട മോഡൽ ആശുപത്രിയിൽ നിന്നും ഇതുപോലൊരു ഡോക്ടറെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യവകുപ്പിലെ ഡോക്ടേഴ്സിനോട് മാന്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് KGMOയെ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഇസ്രായേൽ ബന്ധം ആരോപിച്ച് ഇറാൻ പിടിച്ചെടുത്ത ചരക്കു കപ്പലിൽ നിന്ന് 5 ഇന്ത്യക്കാരെ കൂടി മോചിപ്പിച്ചു. ഇറാനിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, തുടർച്ചയായി നടത്തിയ നയതന്ത്ര ഇടപെടലുകൾ ഒടുവിൽ ഫലം കണ്ടു എന്ന് വേണം കരുതാൻ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ മോചനത്തിനു വേണ്ടി നിരന്തരം ഇറാനിയൻ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. സമാനമായി തന്നെ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരുടെ രാജ്യങ്ങളും ചർച്ചകൾ നടത്തിയിരുന്നു. ഇതെല്ലാം ഫലം കണ്ടതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ 5 ഇന്ത്യക്കാരടക്കം 7 പേരെ മോചിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ന് വൈകിട്ട് ഇവരെല്ലാവരും യാത്ര തിരിച്ചു എന്നാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. 5 ഇന്ത്യക്കാരെ കൂടാതെ ഒരു ഫിലിപ്പിനോ സ്വദേശിയും ഒരു എസ്റ്റോണിയൻ കാരനുമാണ് മോചിതരായിരിക്കുന്നത്. ഇക്കാര്യം ആദ്യം സ്ഥിരീകരിച്ചത് എസ്റ്റോണിയൻ വിദേശകാര്യ മന്ത്രിയാണ്. ഇദ്ദേഹം ഇറാൻ അധികൃതരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് പോർച്ചുഗീസ്, ഈ കപ്പലിന്റെ ഉടമസ്ഥതയുള്ള പോർച്ചുഗീസ് വിദേശകാര്യ മന്ത്രിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇന്ത്യൻ എംബസി ആണ് ഒടുവിൽ ഇക്കാര്യത്തിൽ ഇന്ത്യക്കാരുടെ യാത്ര തിരിച്ച കാര്യം ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ മറ്റ് ആളുകൾ, ഈ കപ്പലിൽ 25 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 17 ഇന്ത്യക്കാർ ായിരുന്നു. ഈ 17 പേരിൽ ഒരാൾ ആൻതസയെ നേരത്തെ തന്നെ മോചിപ്പിച്ചിരുന്നു. ഏപ്രിൽ 13 കപ്പൽ പിടിച്ചെടുത്തെങ്കിൽ ഏപ്രിൽ 18 ആൻതസയെ മോചിപ്പിച്ചിരുന്നെങ്കിലും മറ്റ് ഇന്ത്യക്കാർ അടക്കമുള്ള 17 പേർ ഇപ്പോഴും ഈ കപ്പലിലുണ്ട്. ഇവരുടെ മോചനവും എത്രയും വേഗം സാധ്യമാക്കണം എന്ന അഭ്യർത്ഥന ഈ ജീവനക്കാരുടെ, ഇന്ത്യ അടക്കമുള്ള ഈ നിലവിൽ കപ്പലിലുള്ള ജീവനക്കാരുടെ രാജ്യങ്ങൾ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിന് ഇന്ത്യൻ എംബസി ഈ ഘട്ടത്തിൽ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇറാനിലെ ഇന്ത്യൻ എംബസി ഇവരുടെ മോചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അവർ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ചെമ്പ്ര ഇക്കോ ടൂറിസം ഫണ്ട് ക്രമക്കേടിൽ നോർത്തേൺ CCF നിയോഗിച്ച സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം സമർപ്പിക്കും. ആരോപണ വിധേയനായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെയും വനസംരക്ഷണ സമിതി ജീവനക്കാരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. 16 ലക്ഷം രൂപയുടെ തിരിമറിയാണ് 8 വർഷത്തിന് ശേഷം നടത്തിയ ഓഡിറ്റിൽ കണ്ടെത്തിയത്. വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ ചെമ്പ്ര പീക്കിലേക്ക് ട്രക്കിങ്ങിനായി ഈടാക്കുന്ന തുകയിലാണ് വൻ വെട്ടിപ്പ്. ഫീസിനത്തിൽ ലഭിക്കുന്ന തുക വനവികസന കോർപ്പറേഷൻ അക്കൗണ്ടിൽ അടയ്ക്കാതെ ജീവനക്കാർ തിരിമറി നടത്തിയതായാണ് കണ്ടെത്തൽ. ഇത്തരത്തിൽ 16 ലക്ഷം രൂപയുടെ തിരിമറിയാണ് ഇപ്പോൾ നടന്ന ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുള്ളത്. 2015 VSSൽ അവസാനമായി ഓഡിറ്റ് നടന്നത്.
ക്രമക്കേട് സ്ഥിരീകരിച്ച ഉടൻ വയനാട് സൗത്ത് DFO പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു. ആരോപണ വിധേയരായ ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും പണം തിരിച്ചടപ്പിക്കുകയും ചെയ്തു. ജീവനക്കാർക്കെതിരെ വകുപ്പുതല നടപടിയും കൈക്കൊണ്ടു. എന്നാൽ സർക്കാർ ഫണ്ട് വെട്ടിപ്പ് ഗുരുതര കുറ്റമായ സാഹചര്യത്തിലാണ് നോർത്തേൺ CCF തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെ കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ കൂടുതൽ കടുത്ത നടപടിക്ക് സാധ്യതയുണ്ട്. വനം വിജിലൻസും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണ്. 24 വയനാട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.